ടെക്സ്റ്റിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പം എക്സാമിന് വരുമ്പോൾ എന്തായാലും ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ പോർഷനിൽ നിന്നുള്ള കുറച്ച് പാരഗ്രാഫ് അവിടെ തന്നിട്ടുണ്ടാവും, അവരെ കുറച്ച് സെന്റൻസസ് അവിടെ തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ സെന്റൻസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പോർഷനിൽ നിന്ന് തന്നെ എങ്ങനെ ആൻസർ ഉണ്ടാക്കാം, അങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. യഹാം ഗാം വാലോം കി കോൺസി മനോദശ പ്രകട് ഹോത്തി ഹെ. യഹാം എന്ന് പറയുമ്പോൾ ഇവിടെ, ഗാവ് വാലോങ്കി, ഗാവ് വാലെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഗ്രാമവാസികൾ അല്ലെ, ഗ്രാവ് വാലോങ്കി എന്ന് പറയുമ്പം ഗ്രാമത്തിൽ വസിക്കുന്നവരുടെ, കോൺസി മനോദശ ഏത് മനോഭാവമാണ്, പ്രകട് ഹോത്തി ഹെ പ്രകടമാകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അവരെല്ലാവരും വൃത്തിയുടെ കാര്യത്തില് സ്വയം അവര് തീരുമാനിച്ചിട്ടുണ്ട്, അവർ തീരുമാനിച്ച് അവർ ചെയ്യും. അവര് തന്നെയാണ് നീറ്റ്നെസ്സും ആ ഒരു പ്രദേശം മുഴുവനും വൃത്തിയായി സംരക്ഷിക്കുന്നവര്. അപ്പം നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ആൻസർ എഴുതാം വാക്കുകളൊക്കെ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ദൃഢ സങ്കല്പം എന്നാണ്, അതാണ് അവരുടെ പ്രത്യേകത എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൃഢ എന്നുള്ളത് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ വന്നതാണ്. ശരിക്ക് ദാ എഴുതണം, ദാ എഴുതിയിട്ട് ദൃ എന്നാക്കണമെങ്കിൽ ദൃ എന്ന് എഴുതിയിട്ട് ഢ ഇട്ട് ഒരു ഡോട്ട്. അപ്പം ദൃഢ് സങ്കൽപ് എന്ന് പറഞ്ഞാല് ദൃഢനിശ്ചയം. യഹാം, ഇവിടെ കണ്ടോ, യഹാം ഗാം വാലോ കി, അവിടെ വരെ ക്വസ്റ്റിനകത്തുള്ളത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. യഹാം ഗാം വാലോ കി ദൃഢസങ്കൽപ്, ഈ കോൺസി മനോദശ എന്നുള്ളിടത്ത് ദൃഢസങ്കൽപ് പ്രകട് ഹോത്തി ഹെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാ വന്നിരിക്കുന്നത്. ജീവൻ മേം നിരോഗ് രഹനെ കെ ലിയെ സഫായി കെ അലാവ ക്യാ ക്യാ ഉപായ് ഹെ. ജീവൻ മേം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ, നിരോഗ് രഹനെ കെ ലിയെ, നിരോഗ് എന്ന് പറയുമ്പോൾ രോഗമില്ലാത്തൊരവസ്ഥ, രോഗമില്ലാതിരിക്കാൻ, കെ ലിയെ എന്ന് പറയുമ്പോൾ വേണ്ടി എന്നുള്ള അർത്ഥമാണ്. കെ ലിയെ, രഹനെ കെ ലിയെ മീൻസ് നിരോഗ് രഹനെ കെ ലിയെ എന്ന് പറയുമ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ അല്ലെങ്കിൽ രോഗമില്ലാതിരിക്കാൻ. സഫായി കെ അലാവ, സഫായി എന്ന് പറഞ്ഞാൽ വൃത്തി അല്ലെ, സഫായി കെ അലാവ എന്ന് പറയുമ്പോൾ വൃത്തിയല്ലാതെ, ക്യാ ക്യാ ഉപായ് ഹെ വൃത്തിയോടൊപ്പം വേറെന്തൊക്കെ വേണം, ക്യാ ക്യാ ഉപായ് ഹെ വേറെന്തൊക്കെ ഉപായങ്ങളുണ്ട്. അപ്പൊ ജീവൻ മേം നിരോഗ് രഹനെ കെ ലിയെ, നീരോഗ് എന്ന് ഈ ടൈപ്പ് ചെയ്തപ്പോ ഇങ്ങനെ വന്നതാണ്, നീ രോഗ് എന്നാണ്. നീരോഗ് രഹനെ കെ ലിയെ എന്തൊക്കെ വേണം, സഫായി കെ സാത്ത് വൃത്തിയോടൊപ്പം തന്നെ, സാഫ് പാനി പീന വൃത്തിയുള്ള വെള്ളം കുടിക്കണം, സാഫ് പാനി പീന, സാഫ് ഭോജൻ ഗാന വൃത്തിയുള്ള ഭക്ഷണം കഴിക്കണം, വ്യായാം കർണ വ്യായാമം ചെയ്യണം, മൻമേം ശാന്തി രഖ്ന പീസ്ഫുൾ ആയിരിക്കണം അല്ലെ, മൈൻഡ് പീസ്ഫുൾ ആയിരിക്കണം, ആദി ഭി ജരൂരി ഹെ എന്നിവയും അത്യാവശ്യമാണ്. അടുത്തത് നോട്ടീസ് ബോർഡ് ഉണ്ടാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാൻലെ മാവ്ലിനോ ഗാവ് മേ പര്യടക് ആത്തെ ഹെ. മാൻലെ സപ്പോസ് ഈ പറഞ്ഞ ഗ്രാമത്തില്, മൗലിനോ എന്ന ഗ്രാമത്തിൽ, ഗാവ്മേം എന്ന് പറയുമ്പോൾ ഗ്രാമത്തിൽ, പര്യടകർ എന്ന് നമ്മൾ മലയാളത്തിലും പറയാറുണ്ട്, പര്യടനം ചെയ്യുന്നവർ, ട്രാവലേഴ്സ്, ആത്തേഹെ വരുന്നുണ്ട്. വഹാം സൂചന പഠേ, സൂചന പഠ് എന്ന് പറയുമ്പോൾ നോട്ടീസ് ബോർഡ് ഉണ്ട്. വഹാം എന്ന് പറയുമ്പോൾ അവിടെ നോട്ടീസ് ബോർഡ് ഉണ്ട്. വഹ് കെയ്സാ ഹോഗ, അത്, വഹ് എന്ന് പറഞ്ഞാൽ അത്, കെയ്സാ ഹോഗ എങ്ങനെ ഉണ്ടാകും. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് പോർഷൻസ് തന്നിട്ടുണ്ട്. മൗലിനോങ് എന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഏഷ്യാക്ക സബ്സെ സാഫ് സുധര ഗാവ്, ഏഷ്യാക്ക എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ, സബ്സെ ഏറ്റവും, സാഫ് സുധര ഗാവ് വൃത്തിയും വെടുപ്പുമുള്ള ഗ്രാമം, ധ്യാൻ ദേ ശ്രദ്ധിക്കൂ എന്ന അത്രയും കാര്യങ്ങൾ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ, ടെക്സ്റ്റിന്റെ ആദ്യം ഒരു ചെറിയ നോട്ടീസ് ബോർഡ് തന്നിട്ടുണ്ടല്ലോ, അവിടുന്ന് തന്നെയാണ് ഈ ആൻസർ എടുത്തിരിക്കുന്നത്. കച്ചറ ന ഫേങ്കെ, മാലിന്യം വലിച്ചെറിയരുത്. പിന്നെ ഡസ്റ്റ്ബിൻ എന്നുള്ള വാക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഡസ്റ്റ്ബിൻ ക ഇസ്തേമാൽ കരെ, ഡസ്റ്റ്ബിൻ ഉപയോഗിക്കൂ. അങ്ങനെ ആ നോട്ടീസ് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. പുനർചക്രമൺ സേ, നമ്മൾ വീണ്ടും റീസൈക്ലിംഗ് അല്ലെ, പുനർചക്രമൺ, പുനർ എന്നുള്ളതിന്റെ സിമ്പൽ അവിടെ ഇട്ടിരിക്കുന്നത്. പുനർചക്രമൺ സേ വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. പ്രകൃതി ക ബോക്ഷ് കം ഹോ ജാതാ ഹെ, പ്രകൃതിയുടെ ഭാരം കുറഞ്ഞു വരും. ബോക്ഷ് എന്ന് പറയുമ്പോൾ ഭാരം, പ്രകൃതിയുടെ ഭാരം, കം ഹോ ജാതാ ഹെ കുറഞ്ഞു വരും. ചർച്ച കർക്കെ പുനർചക്രമൺ കി സൂചി തയ്യാർ കരെ, ചർച്ച കർക്കെ പുനർചക്രമൺ കി റീസൈക്ലിംഗിന്റെ സൂചി തയ്യാർ കരെ ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. ജേസെ അവർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കൂടെ കച്ചറോസെ, നമ്മുടെ ഈ പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ,
നമ്മൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കളയുന്ന മാലിന്യത്തിൽ നിന്ന് ഖാദ്, ഖാദ് എന്ന് പറയുമ്പോൾ വളം ഉണ്ടാക്കാൻ പറ്റും, ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതുപോലെ ഇസ്തേമാൽ കിയേ ഗയേ പ്ലാസ്റ്റിക് സേ, ഉപയോഗിച്ചു കഴിഞ്ഞ, ഇസ്തേമാൽ കിയേ ഗയേ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞ പ്ലാസ്റ്റിക് സേ, പ്ലാസ്റ്റിക്, അത് എന്ത് ചെയ്യാൻ പറ്റും, ബോട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ബോട്ടിൽ എന്നുള്ളത് എഴുതുന്നത് ഹിന്ദിയിൽ ബോത്തിൽ എന്നാണ്. ഇനി ഇസ്തേമാൽ കിയേ ഗയേ കാഗസ് സേ, നമ്മൾ ഉപയോഗിച്ച് കളയുന്ന കടലാസ്, കടലാസിന് പറയുന്നതാണ് കാഗസ്. കാഗസിൽ നിന്ന് വീണ്ടും അത് റീസൈക്കിൾ ചെയ്ത് വേറെ പേപ്പർ ഉണ്ടാക്കാൻ പറ്റും, കാഗസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി പുരാനെ കപ്പടോംസെ, പഴയ തുണികളിൽ നിന്ന് കാർപ്പറ്റ് ഉണ്ടാക്കാൻ പറ്റും. പുരാനെ കപ്പടോംസെ, പുരാന എന്ന് പറയുമ്പോൾ പഴയ, ഓൾഡ് എന്നുള്ള അർത്ഥമാണ്. കപ്പട എന്ന് പറഞ്ഞാല് ഡ്രസ്, ക്ലോത്ത്, ക്ലോത്ത്, ക്ലോത്ത് എന്നാണ് കറക്റ്റ് വേർഡ്. അപ്പൊ പുരാനെ കപ്പടോംസെ, പഴയ തുണികളിൽ നിന്ന് കാർപ്പറ്റ് ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ആക്ടിവിറ്റിയിൽ ആക്ച്വലി ഇതിനകത്ത് ആൻസർ മുഴുവൻ ഇതിലുണ്ട്, പക്ഷെ എല്ലാ അക്ഷരങ്ങളും കൂടി ചേർത്ത് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. അതിന് നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കണം. സാർത്ഥക് വാക്യ ബനായേം, സാർത്ഥക് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉള്ള, സാർത്ഥക് സാർത്ഥകമായ എന്ന് മലയാളത്തിലും പറയാറുണ്ട്. വാക്യം ബനായേ ഉണ്ടാക്കൂ. അപ്പം ഇതിനകത്ത് നോക്കി ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, സാഫ് സഫായി അല്ലെ, വൃത്തിയും വെടുപ്പും, അല്ലെങ്കിൽ വൃത്തി, അല്ലെങ്കിൽ ക്ലെൻലിനെസ്. ഹമാര എന്നവിടെ കാണാനുണ്ട്, അത് തന്നെയാണ് വാക്ക് ഹമാര. ദായിത്വ ഹേ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. ദായിത്വ, എല്ലാം അക്ഷരങ്ങളെല്ലാം അവിടെയുണ്ട്, അത് കുറച്ച് സ്പേസ് ഇട്ട്, അതായത് ഓരോ വേർഡ്സും കഴിഞ്ഞ് സ്പേസ് ഇട്ട് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതിലും എന്താ കാണുന്നത്, സ്വച്ഛ നഹി രഹേ, സ്വച്ഛ നഹി രഹേങ്കെ തോ, അല്ലെ, ഇവിടെ തോന്ന് കാണാനുണ്ട്. സ്വച്ഛ നഹി രഹേങ്കെ തോ സ്വസ്ഥ നഹി ഹോങ്കെ. സ്വച്ഛ മീൻ നല്ല വൃത്തിയായിട്ടല്ലേ, സ്വച്ഛ നഹി രഹേങ്കെ തോ, വൃത്തിയായിട്ടിരുന്നില്ലെങ്കിൽ എന്ത് പറ്റും, സ്വസ്ഥ നഹി ഹോങ്കെ, ഹെൽത്തി ആയിരിക്കില്ല. സ്വച്ഛ നഹി രഹേങ്കെ തോ, സ്വച്ഛത എന്ന് അവിടെ ഇല്ല. ആദ്യം ഞാൻ വായിച്ചപ്പോ അവിടെ താ ഉണ്ടെന്നാ വിചാരിച്ചു, പക്ഷെ സ്വച്ഛ എന്നേ കാണുന്നുള്ളൂ. അപ്പൊ സ്വച്ഛ എന്ന് മതി. സ്വച്ഛ നഹി രഹേങ്കെ തോ സ്വസ്ഥ നഹി ഹോങ്കെ. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. തൻ ഹോ യാ മൻ, അല്ലെ, അപ്പൊ തൻ എന്നുള്ളതൊരു വാക്കാണ്. തൻ എന്ന് പറഞ്ഞ ശരീരം, തൻ ഹോ ശരീരമായാലും, യാ അല്ലെങ്കിലോ യാ ഓർ എന്നൊക്കെ പറയുന്ന പോലെ, തൻ ഹോ യാ മൻ മനസ്സ്. ഇനി സഫായി എന്നിവിടെ കാണുന്നുണ്ട്, സഫായി ജരൂരി ഹേ, ശരീരമായാലും മനസ്സായാലും വൃത്തി അത്യാവശ്യമാണ്. അങ്ങനെ അപ്പം ഓരോ വേർഡ്സും സെപ്പറേറ്റ് ആക്കി എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. അടുത്തത് ഒരു ചെറിയ കവിത പോലെ എഴുതാനുള്ള ആക്ടിവിറ്റിയാണ്. നാര ഗീത് കോ ആകെ ബഢായെ, അതായത് മുദ്രാവാക്യങ്ങളാണ്. നാര ഗീത് പാട്ട്, ഒരു ചെറിയ പാട്ട് അല്ലെങ്കിൽ ഒരു കവിത പോലെ ഇവിടെ തന്നിട്ടുണ്ട്. കോ ആകെ ബഢായെ, അതിന്റെ ബാക്കി നമ്മൾ എഴുതണം, തുടർന്ന് എഴുതണം. ആകെ ബഢായെ തുടർന്ന് എഴുതുക. സ്വച്ഛ് രഹേത്തും സ്വസ്ഥ ബനോ, ഒരു അല്ല ഒരു എന്താ പറയുന്ന ഒരു റിതം ഉണ്ട് ഈ സെന്റൻസസിലും, ഈ ഒരു മീൻ ലൈക്ക് അങ്ങനെ എഴുതുന്ന ഒരു കവിത പോലെ, അങ്ങനെ തന്നെ നമ്മളോട് എഴുതാനാണ് പറയുന്നത്. സ്വച്ഛ് രഹോ വൃത്തിയായിരിക്കൂ, തും സ്വസ്ഥ ബനോ മീൻ ലൈക്ക് ഹെൽത്തി ആയിട്ടിരിക്കൂ, ഹെൽത്ത് സ്വന്തമാക്കൂ. പ്രകൃതിക്കോ തും അപ്നാലോ, പ്രകൃതിയെ സ്വന്തമാക്കൂ അല്ലെങ്കിൽ സ്വന്തമാണെന്ന് മനസ്സിലാക്കണം അല്ലെ നമ്മള്. ഹരിയാലി കാ ഗീത് രജോ തും ശുദ്ധ ഹവാക്കോ അപ്നാലോ. ഹരിയാലി എന്ന് പറയുമ്പോൾ പച്ചപ്പ്, പച്ചപ്പ് നല്ല ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച്, ഹരിയാലിക്ക ഗീത് രജോ, അപ്പൊ നന്നായിട്ട് പച്ചപ്പിന്റെ പാട്ട് രചിക്കൂ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ നന്നായിട്ട് ഗ്രീനറി ആക്കി വെക്കണം നമ്മുടെ എർത്തിനെ എന്നാണ്. തും ശുദ്ധ ഹവാക്കോ അപ്നാലോ, നല്ല ശുദ്ധമായ വായുവിനെ സ്വന്തമാക്കൂ, അങ്ങനെയാ പറയുന്നത്. അതായത് നമുക്കറിയാം ചെടികൾ ഉണ്ടെങ്കിലാണ് എയർ പൊല്യൂഷൻ കുറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയത്. നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ച കുറച്ച് വേർഡ്സ് തന്നെ ചേർത്ത് നമുക്കും 4 വരി എഴുതാം. കച്ചരാസെ ദൂർ രഹോ, അതായത് മാലിന്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കൂ. ബീമാരിസെ ദൂർ രഹോ, അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കൂ. സേ എന്ന് പറയുമ്പോൾ പ്രൊപ്പോസിഷൻ ആണ്, ഇതിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സാഫ് പാനി വൃത്തിയുള്ള വെള്ളം, ഓർ എന്നുള്ള അർത്ഥമാണ്. ഭോജൻസെ സാഫ് പാനി ഔർ ഭോജൻസെ, വൃത്തിയുള്ള വെള്ളവും ഭക്ഷണവും കൊണ്ട്. തൻ ഔർ മൻ ശാന്തി സെ രഖോ, ശരീരവും മനസ്സും, തൻ ഔർ മൻ ശാന്തിമേം രഖോ, ശാന്തിയിൽ സ്വസ്ഥതയിൽ നിലനിർത്തൂ. അങ്ങനെയാണ് 4 വരി എഴുതിയത്.
അവസാനത്തെ ആക്ടിവിറ്റി ആയിട്ട് ഒരു പോസ്റ്റർ ക്രിയേഷൻ ആണ്. സന്ദേശ് വാക്യ ജോഡ്കർ, സന്ദേശമുള്ള ഒരു വാക്യം അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ്, സന്ദേശ് വാക്യ ജോഡ്കർ, അത് ചേർത്ത് പരിസ്ഥിതി സംരക്ഷൺ പർ, പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പോസ്റ്റർ ഓർ ഡിജിറ്റൽ പോസ്റ്റർ ബനായെ, പോസ്റ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണമല്ലോ. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണമാണ് വിഷയം. പരിസ്ഥിതി സംരക്ഷണം എന്ന് ക്വസ്റ്റ്യൻ തന്നെ എഴുതാം. ഇനി നല്ലൊരു സെന്റൻസ് നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് ഏത് വേണമെങ്കിലും എഴുതാം. തൻ ഹോയാ മൻ സഫായി ജരൂരി ഹെ, ശരീരമായാലും മനസ്സായാലും വൃത്തി അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ പഠിച്ചു വെച്ച ഏത് സെന്റൻസ് വേണമെങ്കിലും എഴുതാം, കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു, കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.